അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ എംപ്ലോയി ട്രെയിൻ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ട്രെയിൻ എന്ന് പറയുമ്പം നമ്മൾ ഓഫീസിലൊക്കെ ട്രെയിനിങ് കൊടുക്കില്ലേ, അതാണ് ആ ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത്, ട്രെയിനിങ്. അപ്പോൾ ബ്രാക്കറ്റിൽ ട്രെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ന്യൂ റിക്രൂട്ട്സ് ഫോർ ദ നെക്സ്റ്റ് മന്ത്. അപ്പോൾ എന്താ വരിക, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ എന്ത് വരും, വില്ല് മുന്നിൽ വരണം, വിൽ ബി എന്ന് വരും. വിൽ ബി ട്രെയിൻ എന്നുള്ള ട്രെയിനിങ് ആവും. ഓക്കെ ഓക്കെ. പിന്നെന്താ, ദ ചിൽഡ്രൻ ബ്രാക്കറ്റിൽ ലാഫ് വൈൽ ദ ക്ലൗൺ ഈസ് റൈഡിങ് ഈസ് ട്രൈസിക്കിൾ. അപ്പോൾ എന്താ വരും, ലാഫ് എന്നുള്ള ലാഫിംഗ് എന്ന് വരും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആകുമ്പോൾ ഐ എൻ ജി വരണം. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വിൽ ബി വരണം. അപ്പോൾ എന്ത് വരും, വിൽ ബി ലാഫിങ്. പിന്നെ ബിഫോർ റിഹേഴ്സൽസ് ബിഗിൻ ദ ഡയറക്ടർ ബ്രാക്കറ്റിൽ കാസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ആക്ടേഴ്സ് കാസ്റ്റ് ദ ആക്ടേഴ്സ് ഫോർ ദ പാർട്സ് ഇൻ ദ പ്ലേ. ഓരോ ഇത് ഷോർട്സ് പറഞ്ഞു കൊടുക്കുന്ന, കാസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. ബിഫോർ റിഹേഴ്സൽസ് ബിഗിൻ കാസ്റ്റ് ഓരോ ആക്ടേഴ്സിന് എന്തൊക്കെയാണ് പൊസിഷൻ, മീൻസ് റോള് കൊടുക്കണം എന്നൊക്കെ കാസ്റ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഫിലിമിന് തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ എന്ത് വരും, ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എന്ത് വരും, വിൽ ബി കാസ്റ്റിംഗ്. കാസ്റ്റ് എന്നുള്ള ഐ എൻ ജി ഫോം കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഐ എൻ ജി ഫോം കാസ്റ്റിംഗ് എന്ന് വരും. കാസ്റ്റ് എന്നുള്ള കാസ്റ്റിംഗ് വരും. ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ ബി എന്ന് വരും. അപ്പോൾ എന്ത് വരും, വിൽ ബി കാസ്റ്റിംഗ് എന്ന് വരും. ഇഫ് യു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഡോണ്ട് വാച്ച് ദം ദ പപ്പീസ് ഡാഷ്, അതായത് പപ്പീസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വാണ്ടർന്നുണ്ടാവും, ഡാഷ് ഇൻ ടു ദ സ്ട്രിക്റ്റ്. അപ്പോൾ എന്ത് വരും, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വിൽ ബി വരും. വാണ്ടർ എന്നുള്ള വാണ്ടറിങ് ഐ എൻ ജി ഫോം വരും. വാണ്ടറിങ് വിൽ ബി വാണ്ടറിങ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സയൻറ്റിസ്റ്റ് ബ്രാക്കറ്റിൽ ലോഞ്ച് എ സാറ്റലൈറ്റ് ഇൻ നവംബർ. ദ സയൻസ് ടുമാറോ അറ്റ് ദിസ് ടൈം ഐ ഡാഷ് ടു മുംബൈ. ബ്രാക്കറ്റിൽ ഫ്ലൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അതാണ് ഫ്ലൈ എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ കണ്ടോ ടുമാറോ, അപ്പം നാളത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ വരിക, അപ്പോൾ അതിൽ തന്നെ മനസ്സിലാകും ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് വരും, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് അല്ലേ, വിൽ ബി ഫ്ലൈയിങ് എന്ന് വരും. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വി റീച്ച് ഹോം മദർ ഡാഷ് ഫുഡ് ഫോർ അസ്. ബ്രാക്കറ്റിൽ പ്രിപ്പയർ ഉണ്ട്, വിൽ ബി പ്രിപ്പയറിംഗ് എന്ന് വരും. ഇഫ് യു കം ലേറ്റ് ഐ ഡാഷ് സ്ലീപ്പ് എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, വിൽ ബി സ്ലീപ്പിംഗ്. ഹി ഡാഷ് ദ വാൾസ് ടുമാറോ അത് ശ്രദ്ധിച്ചോ, ഫ്യൂച്ചറാണ്. ബ്രാക്കറ്റിൽ പെയിൻറ്റ്, വിൽ ബി പെയിൻറ്റിങ്. വി ഡാഷ് ഫ്രം സ്കൂൾ ബൈ 2 PM. അതൊക്കെ ഒരു നോട്ടിംഗ് ആണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്കുള്ള ഒരു പോയിൻ്റാണ്, കണക്ട് സൂചന. റിട്ടേൺ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, വിൽ ബി റിട്ടേണിങ്.